ഇന്ന് ഞാനും ഏട്ടനും കൂടെ ഒന്ന് പുറത്തു പോകാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഞങ്ങളുടെ തറവാട്ടിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങളുടെ തറവാട് എന്ന് പറഞ്ഞാൽ ബ്രാഹ്മിലി സിറ്റി സെൻ്ററാണ്. എല്ലാ ആഴ്ചയിലും ഞങ്ങൾ അങ്ങോട്ടൊരു പോക്കുള്ളതാണ് കേട്ടോ. ഈ മഞ്ഞെല്ലാം ഉരുകി പോയതായിരുന്നു. സ്പ്രിംഗ് സീസൺ നൈസായിട്ട് സ്റ്റാർട്ട് ചെയ്തതായിരുന്നു. പക്ഷേ ഇത് പിന്നെയും മഞ്ഞ് വീഴാണ്. ഇപ്രാവശ്യം കാനഡയിൽ ഭയങ്കര മഞ്ഞാണെന്നാണ് കേട്ടോ പറയുന്നത്. അങ്ങനെ ഞങ്ങളുടെ ഊബറൊക്കെ വന്നു. ദേ ഊബറിൽ കയറി കണ്ടോ. അതേ ഇന്നലെയൊക്കെ ഈ മഞ്ഞെല്ലാം ഉരുകി പോയതായിരുന്നു. പക്ഷേ ഒരു രാത്രി കൊണ്ട് അവിടെയൊക്കെ പിന്നെയും മഞ്ഞായിട്ടോ. അങ്ങനെ ഞങ്ങളിതേ ബ്രാഹ്മിലിലെത്തി. ഈ പ്രാവശ്യം ബാക്ക് സൈഡിലാണ് അയാൾ കൊണ്ട് ഇറക്കിയത്. അങ്ങനെ ഞങ്ങൾ ബ്രാഹ്മിലെത്തി. അവിടെ നിന്ന് ഞങ്ങളുടെ നേരെ അടുത്ത അതിൻ്റെ ഉള്ളിൽ ഞങ്ങളുടെ ഒരു തറവാടാണ് ടിം ഹോട്ടൻസ് എന്ന് പറയുന്നത്. പുറത്തിറങ്ങി എൻ്റെ ഏട്ടന് അപ്പം ടിം ഹോട്ടൻസിൽ ചായ വേണം. $1 $2 എന്തോ ആണ് കേട്ടോ. ടിം ഹോട്ടൻസിൽ ഒരു ചായ മസ്റ്റാണ്. ഞാനങ്ങനെ ചായ കുടിക്കുന്ന ഒരാളല്ല. ഇടയ്ക്ക് വല്ലപ്പോഴും ഇതുപോലെ ഒരു മഫിൻ മേടിച്ച് കഴിക്കും കേട്ടോ. അടുത്ത മഫിൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ കുറച്ചായിട്ട് ഭയങ്കര എഗ്ഗിൻ്റെ സ്മെല്ല് കിട്ടും. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ അങ്ങനെ അധികം കഴിക്കാറില്ല. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ചുമ്മാ എല്ലാ കടയിലും കയറി ഇറങ്ങും. ഞങ്ങൾ ആദ്യം നേരെ ബെസ്റ്റ് ബൈയിലേക്കാണ് പോവുക. പ്രത്യേകിച്ചൊന്നുമില്ല, അവിടെ എല്ലാ ആഴ്ചയിലും ഞങ്ങൾ കാണുന്ന സാധനങ്ങൾ തന്നെയാണ്. ഇങ്ങനത്തെ ഗാഡ്ജറ്റ്സൊക്കെ ഒന്നും കൂടെ ഒന്നിങ്ങനെ കറങ്ങി നോക്കും. സ്മാർട്ട് വാച്ച് വാങ്ങാൻ കുറേ നാളായി ഞാൻ അങ്ങനെ നോക്കി വെച്ചിരിക്കുന്നു, പക്ഷെ വാങ്ങിയില്ല. ഏട്ടനും കുറേ ഫോണൊക്കെ ഇങ്ങനെ നോക്കും. ആ ഒരു TV നല്ല രസമില്ലേ കാണാൻ. അവിടെ നേരെ ഞങ്ങൾ ഡിസൈനർ ഡിപ്പോട്ടിലേക്ക് പോയി. ഡിസൈനർ ഡിപ്പോട്ട് എന്ന് പറഞ്ഞാൽ അവിടെ ഭയങ്കര റേറ്റ് കുറവാണ് ഡ്രസ്സിനൊക്കെ. ഒന്നും മേടിച്ചൊന്നുമില്ല, വെറുതെ എല്ലാം കാണും. അവിടെ നിന്ന് എങ്ങനെയും ഞങ്ങൾ നേരെ ബാത്താംബോഡിയിൽ വിട്ടു. ബാത്താംബോഡിയിൽ നിന്ന് കുറച്ച് ഐറ്റം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് കണ്ടോ, വിസ്കിയുടെ ഒരു ബോഡി വാഷ് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. എനിക്കൊന്ന് ട്രൈ ചെയ്യുന്നുണ്ട്. കുറച്ച് റേറ്റ് ആയതുകൊണ്ട് ഞാനത് എടുത്തില്ല. പിന്നെ ബോഡി ബട്ടറും അതും ഇതൊക്കെ എല്ലാത്തിനും ട്രയൽ ചെയ്ത് നോക്കും, പക്ഷെ ഒന്നും എടുക്കില്ല കേട്ടോ. പുതിയ ലോഞ്ച് ഒരുപാട് ബാത്താംബോഡിയിൽ വന്നിട്ടുണ്ട്. ഈ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ ആ ഒരു ടോപ്പ് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ആ ഒരു അടപ്പ് കാണാൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ വെറുതെ വേസ്റ്റാണ്, എടുത്തിട്ട് കാര്യമില്ല. എനിക്ക് വീഡിയോ ചെയ്യാനൊന്നും പറ്റില്ല, കാരണം നാട്ടിൽ ഈ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ ലിങ്ക് അവൈലബിൾ അല്ല. പിന്നെ ഞാൻ വെറുതെ അത് എടുത്തിട്ട് കാര്യമില്ലല്ലോ, അതുകൊണ്ട് ഞാൻ എടുത്തില്ല. പിന്നെ അവിടുന്ന് നേരെ ഒരു ടോയ്സ് കടയിലേക്ക് പോകും. എൻ്റെ ചേട്ടനൊരു കൊച്ചുണ്ട്. എൻ്റെ ചേട്ടൻ്റെ കൊച്ചിന് ഇങ്ങനെ ടോയ്സ് വാങ്ങി വെക്കുക എന്നുള്ളത് എൻ്റെ ഹസ്ബൻഡിന് ഒരു ഹരമാണ്. എല്ലാ കടയിലും ഈ ടോയ്സ് കട കണ്ട അപ്പം അതിനകത്ത് കയറിയിട്ട് എല്ലാം ഇങ്ങനെ നോക്കും. പക്ഷെ ഇപ്പോൾ ഒന്നും മേടിക്കില്ല. നാട്ടിലേക്ക് പോകുന്ന ടൈം ആകുമ്പോഴേക്കും വാങ്ങാൻ, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അവർക്ക് കൊടുത്തു അയക്കാനൊക്കെ ഇങ്ങനെ വാങ്ങി വെക്കും കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ H&Mലാണോ ഏതോ ഒരു ഷോപ്പിൽ കയറിയിട്ടുണ്ടായിരുന്നു, മറന്നുപോയി. ഞാൻ കുറച്ച് നാളായി ഇങ്ങനത്തെ ഒരു ബ്രൗൺ വൈറ്റ് കോമ്പിനേഷൻ ട്രൈ ചെയ്യണമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ അവിടുന്ന് കുറച്ച് ഡ്രസ്സൊക്കെ ട്രൈ ചെയ്ത് നോക്കി. എനിക്ക് എല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഞാനിങ്ങനത്തെ സ്ലീവ്ലെസ് അങ്ങനെ ഇടാറില്ല, പക്ഷേ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എടുക്കണം എന്ന് ആഗ്രഹമുണ്ട്. ഭയങ്കരമായിട്ട് സമ്മർ കളക്ഷൻസും സ്പ്രിംഗ് കളക്ഷൻസൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അത് ഈ ഒരു യെല്ലോ ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, പക്ഷെ വെറുതെ മേടിച്ച് വെച്ചിട്ട് കാര്യമില്ലാത്തതുകൊണ്ട് ഞാൻ മേടിച്ചില്ല. പിന്നെ ഞങ്ങൾ ഒരു ലോട്ടറി എടുത്തു കേട്ടോ. $5 കൊടുത്ത് ലോട്ടറി എടുത്തു. $5 നമുക്ക് തിരിച്ചടിച്ചിരിക്കുകയാണ് ഗൈസ്. ഞാൻ ഇപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം ഞങ്ങൾക്ക് ലോട്ടറി എടുക്കുന്നതും ലോട്ടറി അടിക്കുന്നതും. ഈ $5 അടിച്ചിട്ട് കാര്യമില്ലല്ലോ, എടുത്ത പൈസ അതുപോലെ തന്നെ തിരിച്ചു കിട്ടാണ്. പിന്നെ ഞങ്ങൾ നേരെ ഗ്രോസറി ഷോപ്പിങ്ങിന് പോയി. ഗ്രോസറി ഷോപ്പിംഗ് അവിടെ അടുത്ത് ഓഷ്യൻസിലാണ്. അതിൻ്റെ ഉള്ളിലല്ല, തൊട്ടടുത്ത് വേറെ ഊബർ വിളിച്ച് വേറെ ഒരു സ്ഥലത്ത് പോകണം. അങ്ങനെ കുറച്ചധികം സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അടുത്ത് ഞങ്ങൾ ഊബർ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് വീട്ടിലേക്ക് പോകാനായിട്ട്. അപ്പോൾ എത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.